perfectly smooth skin. And just like that, she transforms into a model teacher, ready for class. Do you think her principal will even recognize her? This woman is a teacher who partied all night in an anime costume. The problem, she runs right into her principal on the very same train. Absolutely panicking, she begins an emergency rescue mission. Off come the contact lenses, the dramatic false lashes are ripped off, and even the bandages on her nose are peeled away. With no makeup remover, she boldly borrows another passenger's hand cream to wipe her face cream. Once her face is clear, she speeds through a brand new makeup routine. But disaster strikes, her foundation cracks and looks like the Grand Canyon. Luckily, she has a magic powder that transforms the cakey mess into perfectly smooth skin. And just like that, she transforms into a model teacher, ready for class. Do you think her principal will even recognize her? This woman is a teacher who partied all night in an anime costume. The problem, she runs right into her principal on the very same train. Absolutely panicking, she begins an emergency rescue mission. Off come the contact lenses, the dramatic false lashes are ripped off, and even the bandages on her nose are peeled away. With no makeup remover, she boldly borrows another passenger's hand cream to wipe her face cream. Once her face is clear, she speeds through a brand new makeup routine. But disaster strikes, her foundation cracks and looks like the Grand Canyon. Luckily, she has a magic powder that transforms the cakey mess into perfectly smooth skin. And just like that, she transforms into a model teacher. Like that, she transforms into a model teacher, ready for class. Do you think her principal will even recognize her? This woman is a teacher who partied all night in an anime costume. The problem, she runs right into her principal on the very same train. Absolutely. My best day at high school, Balmoral, my crush. കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ പാർസലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. അതിലെ ആധാർ നമ്പർ നിങ്ങളുടേതാ. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ID വെരിഫൈ ചെയ്യൂ. ക്ലിക്ക് ചെയ്തിട്ട് ഫ്രോഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും സംഭവിക്കില്ല. കാരണം എയർടെൽ നെറ്റ്വർക്കിന്റെ AI ഈ ഫ്രോഡ് ലിങ്ക്സ് തുറക്കാൻ അനുവദിക്കില്ല. ഓക്കെ, സോ വിവോയുടെ സീരീസ് ടി കുടുംബത്തിലേക്ക് ഒരു പുതിയ മെമ്പർ കൂടെ വന്നിരിക്കുകയാണ്. സോ സീരീസ് ടി എന്ന് പറയുമ്പോൾ വിവോ T4X ഉണ്ട്, T4 കണ്ടു, T4R, T4 അൾട്ര. ഇതാണ് പുതിയ വിവോ T4 പ്രോയുടെ ബോക്സ്. 30,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് റേഞ്ചിലായിരുന്നു വരുന്നത്. ഓഫറൊക്കെ ചേർത്ത് ആക്ച്വലി 25,000 റുപ്പീസിന് താഴെയും കിട്ടും. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണുണ്ട്, CPU കേസ്, ഫാസ്റ്റ് ചാർജർ, Type-C ചാർജിംഗ് കേബിൾ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളി കാർബണേറ്റ് ബിൽഡിലാണ് വരുന്നത്. നൈട്രോ ബ്ലൂ ആൻഡ് ഈ കാണുന്ന ബ്ലേസ് ഗോൾഡ് ആണ് രണ്ട് കളർ ഓപ്ഷൻസ്. സോ ഈ ബ്ലേസ് ഗോൾഡ് കളർ ഓപ്ഷൻ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രീമിയം വൈബ് ഉണ്ട്. അതായത് ഇവിടെ ഒരു ഗോൾഡ് ഷെയ്ഡ് ഉണ്ട്. പിന്നെ ഫ്രെയിം ആണെങ്കിലും ക്യാമറ മോഡലിന് ചുറ്റുമുള്ള റിംഗ് ആണെങ്കിലും ഒരു ഗോൾഡ് പ്ലേറ്റിംഗ് ഫീൽ ആണ് കിട്ടുന്നത്. പിന്നെ നല്ല മാറ്റ് ഫിനിഷിൽ വരുന്നതുകൊണ്ട് സ്മഡ്ജസും കാര്യങ്ങളൊന്നും ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കില്ല. പിന്നെ ബാക്കിൽ രണ്ട് സൈഡിലും ചെറിയൊരു പാറ്റേൺ പോലത്തെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ക്യാമറ മോഡലിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വിവോയുടെ തന്നെ X200 FE ആണ് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ ആ ഫോണിൽ ഫ്ലാറ്റ് ഫ്രെയിം ആൻഡ് ബോക്സി ഡിസൈൻ ആയിരുന്നു. ഈ ഫോണിൽ കർവ്ഡ് ഫ്രെയിം ആണ് വന്നിരിക്കുന്നത്. സോ കയ്യിലെടുക്കുമ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ഫീൽ ആണ് കിട്ടുന്നത്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്. അതായത് 192 ഗ്രാം ആണ് വെയിറ്റ്, 7.5 mm ആണ് തിക്നെസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കയ്യിലെടുക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. IP68 ആൻഡ് IP69 റേറ്റിംഗുമായാണ് വരുന്നത്. പിന്നെ ഡ്രോപ്പ് റെസിസ്റ്റന്റ് ആണ്. സോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ അറിയാതെ വീണ്, ഞാനിപ്പം മനഃപൂർവ്വമാണ് വീഴ്ചത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് അറിയാതൊക്കെ വീണ് പോയാൽ കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അതിന്റെ അർത്ഥം വീട്ടിൽ ഇത് എറിഞ്ഞ് കളിക്കരുത്, വെള്ളത്തിൽ മുക്കി കളിക്കാൻ നോക്കരുത്. ഓക്കെ, എനിവേസ് ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്വാൾകോമിന്റെ ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ 7 Gen 4 ചിപ്സെറ്റുമായാണ് വരുന്നത്. നല്ലൊരു ചിപ്സെറ്റ് ആണ്. നല്ല സ്റ്റേബിൾ പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഹീറ്റ് ഒന്നും ആവാറില്ല. അത് കണ്ടില്ലേ, നല്ല പച്ച ഗ്രാഫ്, നല്ല ഗ്രീൻ ഗ്രാഫ് ആണ് കിട്ടിയിരിക്കുന്നത്. ടോട്ടലി
സ്റ്റെബിലിറ്റി 95% ആണ് കാണിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റേബിൾ ചിപ്സെറ്റ്. LPDDR4X ആണ് കാണിക്കുന്നത്. എനിക്ക് തോന്നി നീ അതവിടെ ഇട്ട് കാണുന്നു കൊടുക്കാമായിരുന്നു. ഈ പ്രൈസിൽ തോന്നിയടാ നീ അതവിടെ വേണമെങ്കിൽ 3.1 കൊടുക്കാമായിരുന്നു ആക്ച്വലി. എനിവേ അണ്ടർടു സ്കോർ നോക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിന് അപ്പുറത്തേക്കുള്ള, അതായത് മോർ ദാൻ 1 മില്യൺ അണ്ടർടു സ്കോർ ആണ് കാണിക്കുന്നത്. പിന്നെ ത്രോട്ടിലിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നല്ല ത്രോട്ടിലിംഗ് സ്റ്റെബിലിറ്റിയും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡീസെന്റ് കാഷ്വൽ ലെവൽ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ BGMI 60 FPS ആണ് അൺലോക്ഡ് ആയിട്ട് കിട്ടുന്നത്. COD 90 FPS കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് 60 FPS മതിയെങ്കിൽ ഈ പ്രൈസ് 90 FPS 120 FPS കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് 60 FPS ഗെയിം പ്ലേ മതിയെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്റ്റേബിൾ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പിന്നെ നോർമലി വ്യൂ ഫോൺസിൽ വരുന്ന ഒരു ഗെയിം ബാർ ഉണ്ട്, അതൊക്കെ ഇവിടെ ഉണ്ട്. ബൈപാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ചാർജ് തീർന്നു പോയാലും നിങ്ങൾക്ക് ഈ ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റും. Android 15 ബേസ് ചെയ്തിട്ടുള്ള ഫണ്ട് ചോയ്സ് 15 ആണ് വന്നിരിക്കുന്നത്. ബബിൾ ഷൂട്ടർ, ബ്ലോക്ക് ബസ്റ്റർ പോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ വിളിച്ച് തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഗെയിംസ് ആൻഡ് ആപ്ലിക്കേഷന് പ്രത്യേകം ഫോൾഡേഴ്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ഫോൺ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റിന്റെ പ്രോമിസ് വ്യൂകൾ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി നൈസ് ആക്ച്വലി. നോർമലി 2 അല്ലെങ്കിൽ 3 വർഷത്തെ അപ്ഡേറ്റിന്റെ പ്രോമിസ് ആണ് തരാറുള്ളത്. സൈലന്റ് കോൾ റെക്കോർഡിംഗ്, ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ, ആപ്പ് ലോക്ക് പോലുള്ള ഫീച്ചേഴ്സ് ഇതിന്റെ OS വരുന്നുണ്ട്. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അറിയാലോ, ജെമിനി ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജെമിനി ലൈവ് വർക്ക് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജെമിനി ഉപയോഗിച്ച് മറ്റ് ഗൂഗിൾ ആപ്ലിക്കേഷൻസിൽ ടാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാലണ്ടറിൽ റിമൈൻഡർ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സർക്കിൾ ടു സെർച്ച് വരുന്നുണ്ട്. ഭാഷ മാറ്റി വരുന്ന AI സ്ക്രീൻ ട്രാൻസ്ലേഷൻ ഫീച്ചർ, നമ്മുടെ വോയിസിന്റെ ടെക്സ്റ്റ് സമ്മറി തരുന്ന AI ട്രാൻസ്ലേറ്റ് അസിസ്റ്റ്, അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ഒക്കെ എഡിറ്റ് മോഡിഫൈ ചെയ്ത് തരുന്ന AI ടെക്സ്റ്റ് എഡിറ്റർ ഫീച്ചർ ഇവിടെ വരുന്നുണ്ട്. 6500 mAh ഗവൺമെന്റ് ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അത്രയും വലിയൊരു ബാറ്ററി എന്തായിട്ട് ഫോൺ ഞാൻ പറഞ്ഞില്ല. ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്. പ്രത്യേകിച്ചും Qualcomm Snapdragon 7 Gen 4 ചിപ്സെറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് തരുന്നുണ്ട് ഈ ഒരു ഫോൺ. ഞാൻ പറഞ്ഞു ഈസിലി നിങ്ങൾക്ക് മോഡറേറ്റ് യൂസിൽ 1.5 ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജർ വരുന്നുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ വീഡിയോയിൽ പറഞ്ഞു പോകും, അതായത് ബോക്സിൽ ചാർജർ വരുന്നുണ്ട്. പക്ഷെ പല കമ്പനികളും ഇപ്പം ബോക്സിൽ ചാർജർ വരുന്നില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ ദാറ്റ്സ് എ വെരി ബിഗ് പ്ലസ് പോയിന്റ്. സോ മെയിൻ ക്യാമറ 50 മെഗാപിക്സൽ സോണി IMX882 സെൻസറുള്ള ക്യാമറയാണ്. OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ക്യാമറയിലുള്ള സെൻസറും എക്സാക്ട്ലി സെയിം 50 മെഗാപിക്സൽ സോണി IMX882 സെൻസറുള്ള ക്യാമറയാണ്. പക്ഷെ ഈ ക്യാമറ 3x പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയാണ്. ഇതും OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ക്യാമറ 2 മെഗാപിക്സലിന്റെ ബൊക്കെ ക്യാമറയാണ്. സോ ഈ ഫോണിൽ നിങ്ങൾക്ക് അൾട്രാവൈഡ് ക്യാമറ കിട്ടൂല. ഓക്കെ, മെയിൻ ക്യാമറ ടെലിഫോട്ടോ വെച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കേണ്ടി വരും. ഫോണിന്റെ ഫ്രണ്ടിൽ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വന്നിരിക്കുന്നത്. വിവോയുടെ ഫോണാണ്. സോ ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. നല്ല കളർഫുൾ വൈബ്രന്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ഈവൻ സ്കിൻ ടോൺ ആണ് ഇതാണല്ലേ, ഇത് നോർമൽ ഫോട്ടോസ് ആണ്. 1x നല്ല ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. സ്കിൻ ടോൺ ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും ബാക്കി പൂക്കളും ചെടികളും ബിൽഡിങ്സും സീനറി ഇതിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്, കളേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് ഒരു പ്രോപ്പർ വിവോ ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ 100x വരെ സൂം ചെയ്യാൻ പറ്റും. സോ ഇതാണ് 1x 2x 3x 10x and 100x. ഒന്നുകൂടെ കാണിച്ചു തരാം. 1x 2x 3 10 100. സോ ഐ തിങ്ക് 10 വരെ നല്ല അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോസ് ആണ് 10x എടുത്തിരുന്നത്. അത് ആ 3x പെരിസ്കോപ്പ് ക്യാമറ ഉള്ളതുകൊണ്ടാണ്. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി നോക്കുകയാണെങ്കിൽ 1x 1.5x 2x 3x and 4x. ഒന്നുകൂടെ കാണിച്ചു തരാം. 1x 1.5x 2x 3x and 4x. സോ ഈ കാണുന്ന 5 ഫോക്കൽ ലെൻസിൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. റിസൾട്ട് ഒക്കെ നല്ലതാണ്. വിവോയുടെ പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിലും കട്ട് ഔട്ട് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും സ്കിൻ ടോൺ ആണെങ്കിലും നല്ലതാണ് ഫോർ ദ പ്രൈസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡിഫറെന്റ് ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ടെക്സ്ചർ, വിവിഡ്, നാച്ചുറൽ ആണ് 3 കളർ മോഡ്സ്. ഫോട്ടോസിന്റെ സെക്ഷനിൽ കയറിയിട്ട് മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഫിലിം ക്യാമറ മോഡ് ആക്ടിവേറ്റ് ആവും. ഇവിടെ പലതരത്തിലുള്ള ഫ്രെയിംസും പിന്നെ നമ്മുടെ വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ ചില സാമ്പിൾസ് ഒക്കെ ഷെയർ ചെയ്യാം. എക്സലന്റ് സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ്. അതായത് വിവോയുടെ ഫോണിൽ ഇപ്പൊ ഇങ്ങനെ ബൈ ഡിഫോൾട്ട് ആണ്. അതായത് ഏത് പ്രൈസ് റേഞ്ച് ആണെങ്കിലും വളരെ നല്ല സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ് തരുന്നത്. അതായത് ഈ ഫോട്ടോ കണ്ടു നോക്കുക, നല്ല വെയിലത്ത് എടുത്തിരിക്കുന്ന ഫോട്ടോ ആണ്. അതായത് നല്ല എന്റെ കണ്ണുപോലും തുറക്കാൻ പറ്റുന്നില്ല, അത്ര അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലൂ സ്കൈ ഉണ്ട്. ഇത് നല്ല ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഫേസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നല്ല ക്ലിയർ ആണ്. സോ ഐ